അടിപൊളിയായിരുന്നു. വലിയ വലിയ സിനിമ ആയത് കാരണം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അയ്യോ ഞാൻ പോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല, കാരണം ഒരുപാട് വലിയ ആക്ടേഴ്സ് ഉള്ള ഒരു പടമായത് കാരണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞപ്പം കുറെ പേര് വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട്. അതെ, അയ്യോ അവരുടെ കൂടെ അല്ല, പക്ഷെ അതിലുണ്ട്. ഉണ്ട്. അത് ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഫൈറ്റ് ഒക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെയ്ത് കഴിഞ്ഞാൽ പാളിപ്പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് റിവ്യൂസ് കണ്ടായിരുന്നു. നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാരും ഇല്ല, അത് അവർക്ക് അത് ഇപ്പൊ സിനിമ വന്നു കഴിയുമ്പോ കണ്ടാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അവര് പറഞ്ഞത്. അതാരണം ഒന്നും പറയാനിരുന്നു. അല്ല, ഈ ഒരു ക്യാരക്ടർ അവര് എന്നോട് സംസാരിക്കുമ്പോൾ വർക്ക് ആവുന്നൊരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? എനിക്ക് പേടിനെക്കാളും എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്രോജക്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അധികം ഒന്നും ചിന്തിക്കാതെ തന്നെ അത് ചെയ്യുമല്ലോ. അങ്ങനെ പോയി ചെയ്തതാ. ഈ പ്രവാസിന്റെ അമിതാഭ് കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടായിരുന്നോ? ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അവരെ നേരിട്ട് കണ്ടില്ല. എനിക്ക് ദീപിക ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. കാരണം നമ്മള് ഓരോ പ്രോജക്ട്സിലായത് കാരണം അങ്ങനെ അറിയാം. ഇല്ല. അപ്പൊ ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടി, ഒരു പടത്തിലെ ഭാഗമാകാൻ പറ്റി, എന്താണ് ശരിക്കും ഒരു ഫീൽ? അയ്യോ, അത് ഭയങ്കര ലക്കി ആയിട്ട് തോന്നുക. കാരണം എനിവൺ കുഡ് ഹാവ് ഡൺ ദാറ്റ്. വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോവായിരുന്നു. പക്ഷെ അത് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അത് നാഗി സർ, ഹി കോൾഡ് മീ. അപ്പൊ പുള്ളി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ വൈജയന്തി ഓൾസോ. അതെ, 2 കൊല്ലം ഉണ്ടായിരുന്നു. 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു 10-20 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓവർ ദ സ്പാൻ ഓഫ് 2 years അത് അടിപൊളിയായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്തതാണ്. സ്റ്റണ്ടൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുത്ത് പോയി ചെയ്തതാണ്. ഭയങ്കര അടിപൊളിയാണ്. നിക് പവലായിരുന്നു US വന്ന സ്റ്റണ്ട് മാസ്റ്ററാണ് ആദ്യം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ബാഹുബലിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റാർ പോലെ തോന്നിയായിരുന്നു. നിങ്ങൾ ഇത്ര ഹൈപ്പ് ചെയ്ത് ഞാൻ ഇച്ചിരി ഉള്ളൂ, കുറച്ചേ ഉള്ളൂ അതില്. ഇല്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നാളെ ഈ പടം ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ വന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. കയ്യടി കിട്ടിയത് അന്നയുടെ ഡയലോഗിനായിരുന്നു. തമാശകളായിട്ടുള്ള കുറെ ഡയലോഗുകളും ഫൈറ്റിന്റെ ഇടയിലുള്ള. ഞാൻ കണ്ടപ്പോ അധികം കൈയിടുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഇനി 2 ദിവസം കഴിച്ച് ഒന്നൂടെ പോവാം. പടം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഞാനിവിടെ ഷനോയ്സിലാണ് കണ്ടത്. അടിപൊളിയായിരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ജോളി ആയിട്ടിരുന്നു. ഇവരെല്ലാരും പറഞ്ഞായിരുന്നു. പിന്നെ ശ്യാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമേട്ടൻ ഉണ്ണിച്ചും കണ്ടു കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ല, പക്ഷെ വാച്ച് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലൊരു സൂപ്പർ ഹീറോ അന്നാബൻ അറിയപ്പെടും. അയ്യോ, അങ്ങനെയൊന്നും ഡിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അവരാണ് വേഫെയർസ് ആണല്ലോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് പ്രവാസിനെ കേരളത്തിൽ കൊണ്ടുവരുമോ? ഞാനോ? പറയണം, ഇവിടെ പ്രേക്ഷകർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ല, അവർക്ക് ഒരു ഇങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് അറിയില്ല. അത് നമുക്ക് നോക്കാം. ഓക്കെ. താങ്ക് യു.